മെൽബൺ സീറോ മലബാർ രൂപതയുടെ രൂപതാധ്യക്ഷനായിട്ട് അഭിവന്ധ്യ ജോൺ പനത്തോടത്തിൽ പിതാവ് സ്ഥാനമേറ്റെടുത്തിട്ട് മെയ് 31 ഒരു വർഷം തികയുകയാണ്. ഈ അവസരത്തിൽ ഓഷ്യാനയിലുള്ള എല്ലാ സീറോ മലബാർ സമൂഹങ്ങളുടെ പേരിലും പിതാവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. പിതാവ്, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പിതാവിൻ്റെ എക്സ്പീരിയൻസിൽ നമ്മുടെ രൂപതയിൽ കഴിഞ്ഞ 10 വർഷക്കാലമുണ്ടായ ഒരു വളർച്ചയെക്കുറിച്ച് പിതാവിനൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ 10 വർഷം കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭൂതമായ ഒരു വളർച്ചയാണ് നമ്മുടെ പാർക്കിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് കാരണഭൂതനായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും ഞാൻ പ്രത്യേകവിധമായിട്ട് ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. വളരെ പ്രത്യേകവിധമായിട്ട് നമ്മുടെ ഈ രൂപത സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത ഒത്തിരിയേറെ വൈദികരുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദിയോടെ കടപ്പാടോടുകൂടിയും ഓർക്കുന്നു. ഒപ്പം തന്നെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് ശക്തമായി നേതൃത്വം കൊടുത്ത ബോസ്കോ പിതാവിനെയും വളരെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെയായിരുന്നു ആ കാലങ്ങളിൽ, ഇല്ലായ്മയിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെയാണ് നമ്മുടെ രൂപത കടന്നുപോയത്. അപ്പോഴൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ച് ശക്തമായി നേതൃത്വം കൊടുക്കുകയും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലവും ദൈവത്തിൻ്റെ കരുണയുടെ ഫലവുമൊക്കെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹം വളരെയധികം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. 55ഓളം കമ്മ്യൂണിറ്റികളുണ്ട് നമുക്ക് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായിട്ട്. അതുപോലെ തന്നെ 40ഓളം വൈദികർ നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ നമ്മോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ നമ്മൾ 10,000-കണക്കിന് കുട്ടികളെയാണ് നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് വേദപാഠം പഠിപ്പിക്കുന്നത്. ഇനിയും സമൂഹം, നമ്മുടെ കുടുംബാംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു നമ്മുടെ ഒരു ആത്മീയമായ ഒരു ചലനം ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു നേട്ടമായി നമ്മൾ കരുതേണ്ടതുണ്ട്. അപ്പോൾ ഇത് നന്ദിയോടെയും വളരെ കടപ്പാടോടുകൂടിയും ഞാനിത് ഓർക്കുകയും ദൈവത്തിനും അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ അത്യധ്വാനം ചെയ്തവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു പിതാവേ. പിതാവ് കഴിഞ്ഞ 10 വർഷത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സ്നാപ്ഷോട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഒരു ശക്തി മേഖലയായിട്ട് പിതാവിന് നമ്മുടെ രൂപതയിൽ തോന്നുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ് പിതാവ്? ഞാൻ എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ജനമാണ് ശക്തി, മറ്റൊന്നുമല്ല. അപ്പം നമ്മളുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി നമ്മളുടെ സീറോ മലബാർ സമുദായത്തിലെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരുടെ ആ വിശ്വാസ തീക്ഷ്ണതയും അവരുടെ പൈതൃകവും അതുപോലെ തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പും അതുപോലെ കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷം അത് വളരെ വളരെ അത്യപൂർവമാണ്, പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ. അപ്പോൾ നമ്മളുടെ വിശ്വാസ ജീവിതം ഇവിടെ ഈ ഓസ്ട്രേലിയൻ മണ്ണിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുതന്നെയാണ് നമ്മളുടെ ശക്തിയും നമ്മളുടെ ദൈവാശ്രയബോധം. അത് നമ്മുടെ വലിയൊരു ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഓസ്ട്രേലിയയിലെ മറ്റ് സമൂഹങ്ങൾക്കൊരു ശരിക്കൊരു മാതൃക തന്നെയാണ് അല്ലേ പിതാവേ? അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കിനി പിതാവിനോട് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം, നമ്മുടെ ശക്തിയോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും പല ദൗർബല്യങ്ങളും നമ്മുടെ രൂപത നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ പിതാവിന് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ രൂപതയിൽ നമുക്കുണ്ടെന്ന് തോന്നുന്ന ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ വീക്ക്നെസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പിതാവിന് മനസ്സിലായിട്ടുള്ളത്? ഒരു വളരുന്ന സമൂഹം എന്ന നിലയിൽ നമ്മൾക്കൊത്തിരിയേറെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതിന് കാരണം ഒരു ഗ്രോയിങ് കമ്മ്യൂണിറ്റിയിൽ അത് ഒന്ന് ഫോം ചെയ്തു വരാൻ സമയമുണ്ട്. പ്രത്യേകവിധമായിട്ട് നമ്മളുടെ അംഗങ്ങൾ തമ്മിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇത് ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് ഇതുണ്ട്. അത് തീർച്ചയായിട്ടും എവിടെയും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്.
പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ദൂരമാണ്. അതായത് ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്കുള്ള ദൂരം വലിയതാണ്. പ്രത്യേകിച്ച് ഇത് മെൽബൺ മാത്രമാണ് ഒരു രൂപതയെങ്കിൽ വളരെ എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും എൻറ്റയർ ഓഷ്യാനയിലോട്ടും നിറഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ഏകോപിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് പ്രയാസമുള്ളൊരു കാര്യമാണ്. രണ്ട്, നമുക്ക് നമ്മളുടേതായ ആരാധന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ കുട്ടികൾക്ക് വേദപാഠം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ തീർത്തും അപര്യാപ്തമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹം വളർന്നു വരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ കരുണയുടെ പ്രതിഫലനമായിട്ട് എനിക്ക് തോന്നുന്നു. പിതാവെ, നമ്മൾ ഇനിയൊരു മുന്നോട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രൂപതയിൽ പിതാവിൻ്റെ ഒരു വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇനി പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇച്ചിരി ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേമിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ലോങ് ടേമിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പിതാവിൻ്റെ ഒരു ചിന്തയിൽ നമ്മുടെ പദ്ധതിയിലേക്ക് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പിതാവ്? ഒരു രൂപത എന്നുള്ളത് ഒരു ആത്മീയ കൂട്ടായ്മയാണ്. ഒരു വലിയൊരു ആത്മീയ കൂട്ടായ്മയാണ്, ഒരു കുടുംബമാണത്. അപ്പോൾ പ്രത്യേക വിധമായിട്ട് ഈ പ്രവാസി ലോകത്ത് നമ്മളിവിടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ ഒരു ആത്മീയ കൂട്ടായ്മയെ ആഴപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ദൗത്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാനിങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റികളുടെ സമൂഹത്തിലും പോയി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കൂടുതലായിട്ടും ഇനിയും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും കേൾക്കുകയും അവരുമായിട്ട് സംഭാഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ കൂട്ടായ്മയെ ദൃഢപ്പെടുത്തുകയും ചെയ്യുകയാണെന്നുള്ളതാണ് വലിയൊരു ഇത്. അപ്പം പാസ്റ്ററൽ വിസിറ്റ് ശക്തിപ്പെടുത്തുക, അതായത് വരുന്ന 2 വർഷങ്ങളിലൂടെ എല്ലാ ഇടവകളിലും മിഷനിലൂടെയും പോയി അവിടെ പോയി താമസിച്ച് കൂടുതൽ ഈ നമ്മൾക്കുള്ള പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയും ഇടവകയുടെ പ്രവർത്തനങ്ങളെ ആഴപ്പെടുത്തുകയും ഒരു ലിറ്റർജിക്കൽ ഫോർമേഷൻ ആൻഡ് സ്പിരിച്വൽ ഫോർമേഷൻ, യൂത്ത് ഫോർമേഷൻ, വിവിധമായ ഭക്തസംഘടനകളുടെ ഏകോപനം, ഇതെല്ലാം കൂടുതൽ ആഴപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഗ്രോയിങ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അടിസ്ഥാനമിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ദിശാബോധം നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഈ വരും വർഷങ്ങളിലെ എൻ്റെ ഏറ്റവും വലിയൊരു ഫോക്കസ് ആയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് മറ്റ് സ്ഥാപനങ്ങൾ ഒരു പക്ഷേ ആവശ്യമാണ് നമുക്ക്. പ്രത്യേകിച്ച് ഓരോരോ സ്ഥാപനങ്ങൾ ഒരു ഡയസിസ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പാർക്കി എന്ന നിലയിൽ നമുക്ക് സ്ഥാപനങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഒരിക്കൽ നമ്മളുടെ വിശ്വാസികളുടെ കൂട്ടായ്മ ആഴപ്പെടുത്തിയാൽ ഇതൊക്കെ താനേ വന്നോളും. അപ്പോൾ ആദ്യം വേണ്ടതൊരു സ്പിരിച്വൽ ഫോർമേഷൻ, അതിൻ്റെ ആഴപ്പെടുത്തലാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രൂപതയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ട് ഈ ഒരു വളരുന്ന സമയത്ത് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഭരണനിർവഹണ കാര്യങ്ങളിൽ നമ്മുടെ രൂപതയുടെ ഒരു അടുത്ത ഒരു കുറച്ച് നാളത്തേക്ക് പിതാവ് മനസ്സിൽ കാണുന്ന ഒരു പദ്ധതി എന്താണ്? ഇത് നല്ലൊരു ചോദ്യമാണ് ജോബി ചോദിച്ചത്. കാരണം നമുക്ക് കൂട്ടുത്തരവാദിത്വം വലുതാണ്. അതായത് ഒരു രൂപതാധ്യക്ഷനോ ഏതാനും വൈദികരോ വിചാരിച്ചാൽ മാത്രം ഈ രൂപതയുടെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട. മറിച്ച് ഇതിൽ നമുക്കെല്ലാവർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. പിതാവ്, ഈ 10 വർഷമായിട്ട് നമ്മുടെ രൂപത മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ 10ാം വർഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വിശ്വാസ സമൂഹത്തിന് പിതാവിന് നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? നമുക്കറിയാം, നമ്മളുടെ സിറോ മലബാർ സഭ എന്നുള്ളത് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സഭയാണ്. ഇത് നമ്മളാരും ദൈവത്തോട് ചോദിച്ചല്ല, ദൈവം നമുക്ക് തന്നതാണ്. വളരെ പ്രത്യേകവിധമായിട്ട് നമുക്ക് നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ ചോദിച്ചിട്ടില്ല നമുക്ക് തന്നത്, പക്ഷേ ദൈവം നമുക്ക് തന്നതാണ്. നമുക്കന്ന് അതിനകത്തൊരു ഓപ്ഷനോ ചോയ്സോ ഉണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെയാണ് നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് തന്ന ഒരു പൈതൃകമാണ് സീറോ മലബാർ സഭ, അതിൻ്റെ വിശ്വാസ രീതികളൊക്കെ, പാരമ്പര്യം. അതിന് നമ്മൾ യാതൊരു തരത്തിലുള്ള വെള്ളം ചേർക്കാതെ അതിൻ്റെ ആ പൈതൃകവും പാരമ്പര്യവും അതുപോലെ തന്നെ അതിൻ്റെ വിശ്വാസ തീഷ്ണതയോടുകൂടി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഓസ്ട്രേലിയൻ മണ്ണിലെ ഒരു പ്രവാസികളായി നമുക്ക് ഇതിൻ്റെ തുടർച്ച വളരെ ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ദാനം ഈ കുടുംബ പ്രാർത്ഥനകളാണ്. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ മാതാപിതാക്കന്മാരുടെ മാതൃകയും അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ്. അപ്പോൾ അതിൽ നമ്മളുടെ ജോലി തിരക്കിനിടയിൽ അത് പലപ്പോഴും നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി കുറേ തെറ്റുകളാണ് കാണിക്കുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ കാറ്റീസം കൊടുത്തുകൊണ്ടോ മാത്രം തീരുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്തം. നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർ കൈതന്നിട്ടുള്ള വിശ്വാസ ജീവിതം അത് വളരെ ഭംഗിയായിട്ടും തീക്ഷ്ണമായിട്ടും മുൻപോട്ട് പോകാൻ ബോധപൂർവ്വം നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു അപേക്ഷ. താങ്ക് യു പിതാവേ. ഈ 31-ാം തീയതി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പിതാവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിതാവിന് പിറന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും വിശ്വാസ സമൂഹത്തിൻ്റെ പേരിൽ നേരുന്നു പിതാവേ. അതോടൊപ്പം തന്നെ പിതാവിൻ്റെ മുന്നോട്ടുള്ള അജപാലന നേതൃത്വത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും പിതാവിന് തരുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളും ആശംസകളും. താങ്ക് യു പിതാവേ. താങ്ക് യു സോ മച്ച്.